മലപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഓരോരുത്തരായി വടക്കോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒറ്റയാൾ പാർട്ടി തൊട്ട് ഭൂരിപക്ഷക്കാർ വരെയുണ്ട്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് ബി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ള മലപ്പുറം തൊട്ട് കോഴിക്കോട്ടെത്തിയത്. വലത്ത് വിട്ട് ഇടത്തേക്ക് അടുത്തു നിൽക്കുകയും എന്നാൽ എവിടെയുമല്ലാത്ത അവസ്ഥയിൽ നാട് ചുറ്റുകയുമാണ് KCOB പാർട്ടി. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഞങ്ങൾ മലപ്പുറം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നമ്മുടെ നേതാക്കന്മാരുമായിട്ടും പ്രവർത്തകരുമായിട്ടും ചർച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കാര്യമായ നേട്ടം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ 7 നിയോജക മണ്ഡലത്തിലും നേടിയെടുക്കാൻ ശ്രമിക്കണമെന്നും ഞങ്ങളുടെ അണികളോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ മുന്നണിയിൽപ്പെട്ട ഒരു കക്ഷിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എൻ്റെ ഒരു സഹവർത്തിത്വമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ബാധ്യത കൂടുതലുണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് 7 നിയോജക മണ്ഡലങ്ങളിൽ നേടാൻ കഴിയും. അത് എത്രമാത്രം എന്ന് പറയണമെങ്കിൽ ഇലക്ഷൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടേ പറയാറുള്ളൂ. ഭാഗമാക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് ഞങ്ങൾ വരുമ്പോഴും ആലോചിക്കുന്നുണ്ടായിരിക്കാം. നമ്മളിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ആഫീസ് കയറി ഇറങ്ങാൻ പറ്റും. അല്ല, വിചാരിച്ച് പറ്റിയ സന്ദർഭം ആദ്യം വെച്ചാൽ ആ സന്ദർഭം ഉപയോഗിച്ച് കാലുവാനാനൊന്നും ഞങ്ങളില്ല. കിട്ടിയ ഒരു സന്ദർഭം ഉപയോഗിച്ച് കളയാം. അത് മലപ്പുറം ഇലക്ഷൻ ആകട്ടെ, ആ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ഈ ചോദ്യം എല്ലാം ചോദിക്കുമ്പോഴും ഞങ്ങളുടെ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഓക്വേർഡാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും ഓക്വേർഡായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഞങ്ങൾ അകത്തിരുന്ന് അഭിപ്രായം പറയാൻ ഞങ്ങളില്ല. ഗവൺമെൻറ്റിനെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിലോ അനുകൂലമായിട്ടുണ്ടെങ്കിലോ പുറത്തു നിന്ന് അഭിപ്രായം പറയാൻ കഴിയുന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളത്. പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ലല്ലോ. ഞങ്ങൾക്ക് സാധനമൊന്നും താല്പര്യമില്ല. സാധനമൊന്നും താല്പര്യം മുന്നണിയിൽ നമ്മളെ എടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മുന്നണിയിൽ എടുത്തില്ലെങ്കിലും ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അത് വാക്ക് പറഞ്ഞവരുടെ മാന്യതയാണ്. അത് വാക്ക് പറഞ്ഞവരുടെയും തന്നവരുടെയും മാന്യതയാണ്. അത് പാലിക്കുക എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ട് പറഞ്ഞാലും അത് അതിൻ്റെ മാന്യതയാണ്. പ്രതീക്ഷയില്ലേ മനുഷ്യൻ ജീവിക്കാനൊക്കെ. മിഷേൽ മരിച്ചതുപോലെ മരിച്ചു പോകും. ഞങ്ങളുടെ ശത്രു ഈ രാജ്യത്തെ ജനാധിപത്യ ഇന്ത്യയിൽ ഭരണഘടന വന്നിരിക്കുന്ന മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ വർഗീയതയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അച്യുതാനന്ദനൊന്നുമല്ല. അച്യുതാനന്ദനൊക്കെ വ്യക്തികളാണ്. UDF ഞങ്ങളോട് ചെയ്ത തെറ്റ്, അപമാനം ഏതായാലും ഇതുവരെ ഇങ്ങേപ്പുറത്ത് സഹിക്കേണ്ടി വന്നിട്ടില്ല. മുന്നണിയില്ലെങ്കിലും UDF ഉമ്മൻചാണ്ടിയും ചെയ്ത അപമാനമുണ്ടല്ലോ. ഒരുപക്ഷെ അവർ ഇന്നത് ദുഃഖിക്കുന്നുണ്ടായിരിക്കും, തിരുത്തുമായിരിക്കും, അത് വേറെ കാര്യം. അതെ, വേറെ ആർക്കും വിഷമമില്ലെങ്കിലും ഉമ്മൻചാണ്ടിക്ക് വല്ലാത്ത വിഷമമുണ്ടാകും. ഇത് കേട്ട് അങ്ങയെ നാളെ തന്നെ മുന്നണിയിലേക്ക് എടുക്കുകയും ചെയ്യും. പിന്നെ VSനെ സോപ്പിട്ടത് കൊണ്ട് ഇടത്തേക്ക് കയറാമെന്ന് നോക്കണ്ട. കയറി പറ്റിയാൽ പിന്നെ നാട്ടിലുള്ള സ്ഥാനങ്ങൾ മൊത്തം താങ്കൾ ആവശ്യപ്പെടും. അത് കിട്ടാതാകുമ്പോൾ തിരിഞ്ഞുകുത്തും. എന്തിനാ വെറുതെ വേലി കിടക്കുന്നതിനെ എടുത്ത് തോളിലിട്ട് കടി വാങ്ങുന്നത് എന്നോർത്തായിരിക്കും ഇടത്തെ നേതാക്കൾ ഒന്നും മിണ്ടാതിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്തെ കാര്യത്തിൽ താങ്കൾ കാണിക്കുന്ന ഈ ഊർജ്ജസ്വലത കണക്കിലെടുത്ത് ഒന്നും കിട്ടാതെ പോകില്ല എന്ന വിശ്വാസത്തോടെ പ്രധാന തല്ലിക്കെട്ടുകൾ ഒരിക്കൽ കൂടി നോക്കാം. കൊലപ്പുള്ളികൾക്ക് പ്രത്യേക പാക്കേജ് ഒരുക്കി പിണറായി സർക്കാർ. എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യദിനത്തിലും നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ്. ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. എല്ലാം ശരിയാക്കുന്നതിൻ്റെ ഭാഗമായുള്ള പിണറായിയുടെ നീക്കത്തിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം. ചന്ദ്രശേഖരൻ കേസിൽപ്പെട്ടവർ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നാണ് സാർ. അതിപ്പോൾ എനിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നതല്ല. TP കേസിലെ പ്രതികളെ വിടാനുള്ള ഗവൺമെന്റ് നീക്കം അങ്ങേയറ്റ അപലപനീയമാണ്. അത് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്. സംസ്ഥാനത്തിന്റെ വരൾച്ച മാറ്റാൻ എല്ലാം തോമസ് ഐസക്കിൽ ഏൽപ്പിച്ച് സർക്കാർ. കുടിവെള്ളം കിട്ടിയേ തീരൂ, അത് ജീവന്റെ പ്രശ്നമാണ്.
അതിനുവേണ്ടി എന്തൊക്കെ ത്യജിക്കണോ അതൊക്കെ അങ്ങോട്ട് ത്യജിക്കുക. അത്യാവശ്യമായ ഒറ്റമൂലികൾ പകർന്ന് ഐസക് പണി തുടങ്ങി. കാര്യങ്ങൾ വളരെ അപകടത്തിലാണ്. 10 വർഷം കൊണ്ടേ നമ്മുടെ ഭൂഗർഭജലം ഇരട്ടി താഴ്ചയിലേക്ക് പോയി. എന്ത് ഇടതുമുന്നണിയിൽ കടന്നുകൂടാമെന്ന പ്രതീക്ഷയോടെ പിള്ളയുടെ മലപ്പുറം വോട്ട് പിടുത്തം. ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും ഞങ്ങളുടെ അണികളോടും പാർട്ടിയുടെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുമാണിക്കായി വീണ്ടും വാതിൽ തുറന്ന് കുഞ്ഞുഞ്ഞ്. ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. ഇന്നത്തെ ഡെമോക്രസിയുടെ സമയവും അവസാനിക്കുകയാണ്. വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.